മദ്യത്തിന് നികുതി കുറച്ച ബജറ്റ് പ്രഖ്യാപനത്തിൽ സർക്കാരിലും കോൺഗ്രസിലും അതൃപ്തി പുകയുന്നു. വകുപ്പ് അറിയാതെയുള്ള തീരുമാനത്തിൽ എക്സൈസ് മന്ത്രി എം ലിജു മുഖ്യമന്ത്രി വി ഡി സതീശനെ നേരിൽ കണ്ട് പ്രതിഷേധം അറിയിക്കും. മദ്യനയത്തിലെ ആശങ്ക ദൂരീകരിക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. അതിനിടെ എക്സൈസ് കമ്മീഷണറെ മന്ത്രി എം ലിജു വിളിച്ചുവരുത്തി. സമുദായ സംഘടനകളും സർക്കാരിനെതിരെ രംഗത്ത് വന്നു. വീര്യം കുറഞ്ഞ മദ്യത്തിന് ബജറ്റിൽ നികുതി ഇളവ് നൽകിയതിൽ പ്രതിപക്ഷം വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് കോൺഗ്രസിലെയും മുന്നണിയിലെയും പൊട്ടിത്തെറികൾ. വകുപ്പ് മന്ത്രി അറിയാതെയുള്ള തീരുമാനത്തിൽ പ്രതിഷേധം അറിയിക്കാനാണ് എം ലിജു മുഖ്യമന്ത്രി വി ഡി സതീശനെ കാണുന്നത്. ആശങ്കകൾ ദൂരീകരിക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഇപ്പം മദ്യനയത്തിന്റെ കാര്യത്തിലായാലും ധാതുമണലിന്റെ കാര്യത്തിലായാലും ചില ആശങ്കകൾ വരുന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരം ആശങ്കകൾ ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. മാത്രമല്ല, ഒരു പോളിസി ഡിസിഷൻസ് ഏതായാലും സംസ്ഥാനത്തെ ബാധിക്കുന്ന ഗവൺമെന്റ് തീരുമാനങ്ങളിലെ നയപരമായ തീരുമാനങ്ങളിൽ പാർട്ടിക്കകത്തും ചർച്ചയുണ്ടാവും. ഇതിനിടെ എക്സൈസ് കമ്മീഷണറെ മന്ത്രി എം ലിജു നിയമസഭയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. ബജറ്റിലെ പ്രഖ്യാപനത്തിൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് VM സുധീരൻ മുഖ്യമന്ത്രി വി ഡി സതീശന് എതിർപ്പുന്നയിച്ച് കത്തയച്ചിരുന്നു. സർക്കാർ തീരുമാനത്തിൽ വിമർശനവുമായി കാന്തപുരം വിഭാഗവും രംഗത്തെത്തി. മുഖപത്രമായ സിറാജിലെ എഡിറ്റോറിയലിലാണ് കടുത്ത വിമർശനം. വീര്യം കുറഞ്ഞത്, കൂടിയത്, ശുദ്ധം, വ്യാജം എന്നിങ്ങനെ മദ്യത്തെ തരംതിരിക്കുന്നത് വിഡ്ഢിത്തമാണെന്നും പുതിയ മദ്യനയം ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുമെന്നുമാണ് കുറ്റപ്പെടുത്തൽ. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.